നമസ്തേ വ്യൂവേഴ്സ്, ഗംഗ ഫ്രം വിൻ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. അതായത് 15 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വിൻ ട്രേഡർ നമുക്ക് 5 അല്ലെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിം കാണിക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ 5 മിനിറ്റ് അതിൻ്റെ ട്രെൻഡ് കാണിച്ചു തരാം. ഇപ്പോൾ അദാനി എൻ്റർപ്രൈസ് ആണ് ഞാൻ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 3042. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് പഠിക്കാനോ കാണാനോ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്. കോൾ ഓർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്റ്റോക്കുകൾ മാത്രമല്ല, ഇതിൻ്റെ ഓപ്ഷൻസും ഉണ്ടാവും. ഇതിൻ്റെ ഓപ്ഷൻ തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് ചെയ്യാം, ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ, എല്ലാ മാർക്കറ്റിനും സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റാണ്. ഇൻട്രാഡേ, സ്വിംഗ് ആൻഡ് സ്കാൽപ്പിംഗ് എല്ലാം നമുക്ക് ഇതേ സ്ട്രാറ്റജി തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസ് കാണിച്ചിട്ട് ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെൽ സിഗ്നലാണ്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇതൊരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും, അലേർട്ട് വിത്ത് സൗണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വന്ന സിഗ്നൽ കൺഫേം ആണെന്ന് നോക്കുക. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ വന്നിരിക്കുന്ന ബൈ ആരോ ഗ്രീൻ അപ്പാരോ വന്നതിന് ശേഷം താഴത്ത് നോക്കിയ ഒരു ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴെ ഒറ്റ ബാറേ കാണൂ, ആ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. നമ്മളത് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ പാട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. ട്രേഡ് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എക്സിക്യൂട്ട് ചെയ്യണം. ഈ രണ്ട് കാര്യം മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഈ ബൈ വന്നിരിക്കുന്ന കൺഫേം ആയിരുന്നു. കൺഫേം ആണെങ്കിൽ ഒരു 80 to 90% കൺഫേം ആക്രോസ് കിട്ടിയതിനകത്ത്. ഇതിപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ 2825 വന്നിട്ട് ഇപ്പോൾ 219 പോയിന്റ് കയറി നിൽക്കുകയാണ്. ഇത് ആക്ച്വലി നമുക്ക് സിഗ്നൽ ഇന്നലെ വന്ന സിഗ്നൽ ഓൾറെഡി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത്. അപ്പോൾ ഇന്ന് ഈ വൈറ്റ് വേർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ. അപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂഷൻ വരും. ഒരു ബൈയുടെ കണ്ടിന്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബൈ ട്രെൻഡ് കണ്ടിന്യൂ ആണ്. അപ്പോൾ പിന്നെ സോഫ്റ്റ് ഇവിടെ ഒരു എഗെയിൻ ഒരു ബൈ ആരോ തരത്തില്ല, കാരണം ഓൾറെഡി ബൈ ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഇന്ന് നോക്കി ഇന്നൊരു ബൈയുടെ കണ്ടിന്യൂഷൻ വരുമ്പോൾ അവിടെ നമ്മൾ ബ്രേക്ക് ഔട്ട് എൻട്രിയാണ് എടുക്കേണ്ടത്. അതായത് ഇവിടെ നോക്കി ഇതിപ്പം 4ാമത്തെ ക്യാൻഡിൽ മാർക്കറ്റ് അതിൻ്റെ റെസിസ്റ്റൻറ്റ് ലെവലിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ ലെവൽ പിടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഇന്നെ ബൈ ചെയ്യാം. 2942 ഇവിടെ ബ്രേക്ക് ഔട്ട് കാണിക്കുന്നത്. 2942 ഫോർ എക്സാമ്പിൾ നമ്മൾ 42 എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന 3043 പക്ഷേ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യല്. നമ്മൾ എൻട്രി ചെയ്ത ശേഷം നമുക്ക് പ്രോഫിറ്റ് എന്ന് തോന്നുന്ന ലെവൽ വെച്ച് നമ്മൾ തന്നെ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്റ്റോപ്പ് ലോസ് താഴെ കാണിച്ചിട്ട് ട്രെയിലിംഗ് ആണ്. പിന്നെ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് എൻട്രി ഇപ്പോൾ ഞാൻ പറയും ഇന്നലത്തെ വന്ന ബൈ ആണ്. അപ്പോൾ ഇന്നലെ വന്ന് 2725 അനുസരിച്ച് സോഫ്റ്റ് 3 ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ 2750 ലാസ്റ്റ് ടാർഗറ്റ്, അതെല്ലാം അച്ചീവ് ചെയ്ത് ഇന്ന് നമ്മൾ ബ്രേക്ക് ഔട്ട് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഓൺ ടാർഗറ്റിലാണ് എക്സിറ്റ് ചെയ്യേണ്ടത്. ബ്രേക്ക് ഔട്ട് വരുന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നേരെ നമുക്ക് ബൈ ചെയ്തിടാം. താഴത്തെ ബാറും പ്രൈസ് ബൈസോൺ താഴത്തെ ബാറും പ്രൈസ് ബൈസോണാണെന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാനോ കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.